യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവശക്തനായ ദൈവം അടിയുടെ ജീവിതത്തെ തന്ന കൃപയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ കരുതന്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തെ നമുക്കായിരിക്കാം. സ്തോത്രം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം തന്റെ ചിറകിന്റെ മറവിൽ നമ്മെ മറച്ച് നമ്മെ കാത്തു പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന്റെ കൃപയെ അനുഭവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽക്കാലം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതേ സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. ആരൊക്കെ നമ്മെ മറന്നു കളഞ്ഞാലും നമ്മെ മറക്കാത്ത യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 15-16 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കേല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ മറന്നു കളയില്ല. ദൈവത്തിന് നമ്മെ മറക്കാൻ കഴിയില്ല. കാരണം എന്നെ നിങ്ങളെ വരച്ചിരിക്കുന്നത് തന്റെ ഉള്ളം കരത്തിലത്രേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്നെ ഓർക്കേണ്ടവർ ഓർത്തില്ലല്ലോ, എന്നെ അവർ മറന്നു കളഞ്ഞല്ലോ എന്നുള്ള ഒരു നിരാശ, എന്നുള്ള ഒരു ചിന്ത ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, ആ ചിന്തകളെ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ആരൊക്കെ നമ്മെ മറന്നാലും നമ്മുടെ രോഗശയ്യ നമ്മെ ഓർക്കുന്ന, നമ്മുടെ സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിൽ ഓർക്കുന്ന, നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളെ നടുവിൽ നമ്മെ ഓർക്കുന്ന ഒരു അരിമരക്ഷ നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, ലോകത്തിന് നമ്മെ വിടുവിപ്പാൻ കഴിയത്തില്ല. നമ്മെ മറ്റുള്ളവർ ഓർക്കുമെന്ന് പറയുമ്പോഴും പലപ്പോഴും അവർക്ക് പരിമിതികളുണ്ട്. ഓർത്തു വയ്ക്കുക. ഈവൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മെ ഓർക്കണമെന്നില്ല. പക്ഷേ എപ്പോഴും ഓർക്കത്തക്ക രീതിയിൽ എന്നെ നിങ്ങളെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ഒരു ഉറപ്പ് ഈ പകൽക്കാലം നമ്മുടെ ഉള്ളിൽ വരുവാനായിട്ടിടയെ തീർന്ന നിന്നെ ആരൊക്കെ മറന്നു കഴിഞ്ഞാലും നീ ഭാരപ്പെടുകയല്ല, നിരാശപ്പെട്ടു പോകുകയല്ല. അകത്തളങ്ങളിൽ ബലത്തോടെ ശക്തിയോടെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബലത്തോടെ പുറത്തു വരുവാനായിട്ടിടയെ തീരും. ഒരു പ്രശ്നത്തിന് നിന്നെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു രോഗത്തിന് നിന്നെ തകർത്ത് കളയുവാനായിട്ട് അനുവദിക്കാതെ നീ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഉയർന്നു പൊങ്ങി വരുവാനായിട്ട്, ജയിച്ച് കയറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? കാരണം ഒരു നോർമലായിട്ട് ഉള്ള ഒരു അനുഭവമാണ്. ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ മറക്കാൻ കഴിയില്ല. അവൾ വേദന അനുഭവിച്ച് പ്രസവിച്ച ഒരു കുഞ്ഞിനെ, ഹല്ലേലൂയ, ഒരിക്കലും മറക്കുവാൻ ഒരു സ്ത്രീക്ക് കഴിയത്തില്ല. ആ കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡ്, എത്ര നമ്മൾ വെള്ളത്തോട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേദനകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിംഗ് അമ്മമാരുടെ ഇതാണ്. അപ്പൊ അതിനോട് തുല്യമാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിൽ ഒരു മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഇവിടെ കാണുന്നു, ഞാൻ നിന്നെ മറക്കല. അങ്ങനെയെങ്കിൽ വേദന അനുഭവിച്ച് പ്രസവിച്ച ഒരു അമ്മ മറന്നു കളഞ്ഞാല്, ആ അമ്മ മകനോട് കരുണ തോന്നാതിരുന്നാലോ, പ്രിയ ദൈവമക്കളെ, നമ്മെ മറക്കാത്ത ഒരു കർത്താവ് കൂടെയുണ്ട്. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്, ധൈര്യമുണ്ട് ഈ പകൽക്കാലം? സ്തോത്ര. കാരണം കർത്താവിന്റെ ജീവൻ എത്ര നമ്മളിലുള്ളത്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ആ യേശു കർത്താവ് ഊറ്റി തരുവാനായിട്ട് ഇടയെത്തുന്നു. ആ കർത്താവിന്റെ ജീവനല്ല ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഒരിക്കലും ആ കർത്താവിന് നമ്മെ മറക്കുവാനായിട്ട് കഴിയത്തില്ല. ഇന്ന് ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ മറ്റുള്ളവർ മറന്നു എന്നുള്ള ഒരു
വ്യാകുലത ജീവിതത്തിനകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഈ പകൽക്കാലം ചില മേഖലയ്ക്കകത്തുനിന്ന് ഞാനും നിങ്ങൾ പുറത്തു വരുവാനായിട്ട് ഇടയെത്തീർന്ന, എന്നെ ഓർക്കുവാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല, എല്ലാരും എന്നെ മറന്നു കളഞ്ഞു എന്നുള്ള ഹല്ലേലൂയ ഒരു ചിന്ത ഭരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുവാനായിട്ട് ഇടയെത്തീർന്ന, അതിനകത്ത് നിങ്ങൾ പുറത്തു വരുവാനായിട്ട് ഇടയെത്തീർന്ന, അവിടെയാ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അതേ പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, വളരെ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്ന ഇസ്രായേൽ ജനത ആണ് ഇവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അവരോട് പറയുന്ന ഒരു ഭാഗത്തെയാണ് നമുക്കിന്ന് ഇവിടെ ഇത് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ മക്കളെ സ്നേഹിക്കുന്ന അമ്മയുടെ സ്നേഹത്തെക്കാൾ ആഴമേറിയ ഒന്നാണ് കർത്താവിന് നമ്മോടുള്ള സ്നേഹം എന്നത് ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അതാ പറയുന്നത്, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഉള്ളം കരത്തിൽ ഒരു വരയുണ്ടെങ്കിൽ, ഉള്ളം കരത്തിൽ എന്തെങ്കിലും ഇരുന്നാ അതിനെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുവാനായിട്ട് ഇടയത്തിരും. അത് എന്ത് ചെയ്യുന്നു? കയ്യിൽ നിന്ന് മാറിപ്പോകുകയില്ല. അതുപോലെ എന്നെയും നിങ്ങളെ പ്രിയ ദൈവമക്കളെ കർത്താവിന്റെ ഉള്ളം കരത്തിൽ ആണിപ്പഴുതുള്ള ആ കരത്തിൽ വരച്ചിരിക്കുക. സ്തോത്ര. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവിന് നമ്മെ മറക്കാൻ കഴിയത്തില്ല. ലോകം നിന്നെ മറന്നു കളയട്ടെ, കൂടെയുള്ളവർ നിന്നെ മറന്നു കളയട്ടെ, പക്ഷെ മറക്കാത്ത അരുമ രക്ഷകൻ നിന്നെ ചേർത്തണയ്ക്കുവാനായിട്ട് ഇടയെത്തിര, നിന്നെ ഓർക്കുവാനായിട്ട് ഇടയെത്തിര. മറക്കാതെ ഓർക്കുന്ന കർത്താവ് നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയെത്തിര, നിന്നെ ഉയർത്തുവാനായിട്ട് ഇടയെത്തിരും. സ്തോത്ര. ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് തരുവാനായിട്ട് ഇടയെത്തിര. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവിന് നമ്മെ മറക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഏത് കഷ്ടതയുടെ നിരാശയുടെ മധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് നമ്മെ മറക്കുവാൻ കഴിയില്ല. ഞാനും നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ടവരത്രേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോടുള്ള ദൈവത്തിന്റെ കരുണ ഒരിക്കലും അതെന്ത് ചെയ്യുന്നു? തീർന്നു പോകുകയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ ഈ പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയത്തില്ല. ഒരു കരുണ എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നാം ആൾ മാറുവാനായിട്ട് ഇടയെത്തിര. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരും. പ്രിയ ദൈവമക്കളെ, ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിലും നമ്മെ സ്നേഹിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യുന്ന ഒരു അരുമരക്ഷകൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അതേരിപ്പെട്ടു പോകണ്ട, അതുകൊണ്ട് ഭ്രമിച്ചു പോകണ്ട. ഹല്ലേലൂയ. ആരുമില്ല എന്നുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് പാടെ മാറ്റിക്കളയുക. എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ജയം തരുവാൻ കഴിയുന്ന, എന്നോടുള്ള വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ നിവർത്തിപ്പാ എന്നെ ശക്തനാക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എനിക്ക് ധൈര്യം തരുന്ന കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മെ ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ഉത്തമമായ ഒരു ബോധ്യത്തോടെ നാം യാത്ര ചെയ്യുവാനായിട്ട് ഇടയായി തീരുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ മാറ്റുവാനായിട്ട് ഇടയെത്തിര, നമുക്ക് ജയം തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴത്തിന്റെ തീഷ്ണത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ ഉള്ളം കരത്തിലാണ് നമ്മെ വരച്ചിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ സ്തോത്ര. ഹല്ലേലൂയ. എവിടെയെങ്കിലും അല്ല വരച്ചിരിക്കുന്നത്, എപ്പോഴും കാണത്തക്ക രീതിയിൽ എന്നെ നിങ്ങൾ എപ്പോഴും കാണാൻ, നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ സന്തോഷത്തിൽ, എവിടെ ആയിരുന്നാലും എപ്പോഴും നമ്മെ കാണത്തക്ക രീതിയിൽ കർത്താവിന്റെ ഉള്ളം കരത്തിൽ. ഹല്ലേലൂയ. ആരെങ്കിലും നമ്മെ മറന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരും. പെട്ടെന്ന് നമ്മുടെ കരത്തെ ഓപ്പൺ ചെയ്തിട്ട് നോക്കുക, ഞാൻ കർത്താവിന്റെ കരത്തിലുണ്ട്. ഹല്ലേലൂയ. അവിടെ നമുക്ക് ബലം ലഭിക്കുവാനായിട്ട് ഇടയെത്തിരും, ധൈര്യപ്പെടുവാനായിട്ട് ഇടയെത്തിരും. അവിടെ നമുക്ക് സ്തോത്രം. ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്ര. ആട്ടിടയനായിരിക്കുന്ന ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അപ്പൻ എന്നെ ഉപേക്ഷിച്ചു, അമ്മ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും എന്നെ സ്തോത്രം എന്ത് ചെയ്യുന്നു? എന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ പൽക്കാലം നമുക്കതിൽ ധൈര്യപ്പെടുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. ആരൊക്കെ ഉപേക്ഷിക്കട്ടെ, ചിലപ്പോ നീ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരമായിട്ട്
നിന്റെ ഭവനക്കാർ നിന്നെ ഉപേക്ഷിച്ച് കാണുമായിരിക്കാം, നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞ് കാണുമായിരിക്കാം, നിന്റെ ചുറ്റുപാടുമുള്ളവർ നിന്റെ കൂടെ ഉള്ളവരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞ അനുഭവങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ പ്രിയ ദൈവ പൈതലേ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. തന്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അതേ, നമ്മെ ആരെല്ലാം കൈവിട്ടാലും കർത്താവ് നമ്മെ ചേർത്തുകൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നാം അധൈര്യപ്പെട്ടു പോകുകയില്ല. നാം ബലപ്പെട്ടിരിക്കുവാനായിട്ടിടയത്തിലോ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ പ്രത്യേകത. അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുക, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. നിന്നെ ഒളിപ്പിക്കുകയും മറയ്ക്കുകയും ചെയ്തിട്ട് നിന്നെ പാറമേൽ ഉയർത്തുവാനായിട്ടിടയത്തിലും. അതേ സ്തോത്രം. തന്റെ സങ്കീർത്തനം തന്റെ ജീവിതത്തിന്റെ ഉടനീളം അനുഭവിച്ചതായ ദൈവിക കരുതന്റെയും സംരക്ഷണത്തിന്റെയും ഭാഗത്ത് നിന്ന് എഴുതിയത്. അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരത്തിലായിരുന്നപ്പോ അനർത്ഥങ്ങൾ കടന്നു വന്ന സാഹചര്യത്തിൽ അപ്പന്റെ ആടുകളെ പിടിച്ചു കൊണ്ടുപോകുവാൻ സിംഹവും കരടിയൊക്കെ കടന്നു വന്നപ്പോഴും തന്നെ ഒളിപ്പിച്ച, തന്നെ മറച്ചതായ ഒരു സർവശക്തന്റെ ചിറകിന്റെ മറവിലായിരുന്ന ഭക്തനായിരുന്ന ദൈവത്തിന്റെ ഹൃദയപ്രകാരമായിരുന്ന ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, അനർത്ഥ ദിവസത്തിൽ അവൻ എന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുക, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കുക, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. അതേ, നിന്നെ ചിലടത്ത് ദൈവം ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ, ചിലടത്ത് മറയ്ക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഉയർത്തുന്ന ഒരു ടൈമുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി ഉയർത്തുകയല്ല, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തെ നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവമൈതലേ, നീ നിരാശപ്പെട്ടു പോകല്ലേ. എന്റെ കർത്താവിന് നിന്നെ അതുകൊണ്ട് മറക്കാനായിട്ട് കഴിയില്ല. സ്തോത്രം. അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരത്തിൽ താൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും ഹല്ലേലൂയ. അതേ, നമുക്ക് സ്തോത്രം ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭവനത്തിനകത്ത് നല്ലൊരു കാര്യം നടക്കുമ്പോൾ പോലും തന്നെ മറന്നു പോകുന്ന ഒരു അനുഭവത്തെ തന്റെ സഹോദരങ്ങൾ, തന്റെ അപ്പനും മറന്നു പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദവുമായിട്ട് എന്ത് ചെയ്യുന്നു? തൈലക്കൊമ്പും എടുത്ത് ഇശായിയുടെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്യാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ദൈവശബ്ദത്തിന്റെ പിന്നാലെ കടന്നു വരുമ്പോ ഇശായി തന്റെ 7 മക്കളെയും നിരനിരയായി നിർത്തുവാനായിട്ടിടയെത്തുന്നു. എന്നാൽ യഹോവയായ ദൈവം ശമൂവേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യന്റെ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. നിന്റെ ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിൽ കാപട്യമില്ലാതെ നീ ദൈവത്തെ നിരന്തരം നോക്കുന്ന വ്യക്തിയാണോ? നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്പന്റെ ആടുകളാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെല്ലാരും ഭവനത്തിൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പന്റെ ആടുകളെ പിടിക്കാനായിട്ട് സിംഹവും കരടിയും വന്നപ്പോ അവയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ദാവീദിനെ അല്ല കാണുവാൻ സാധിക്കുന്നത്. തന്റെ പ്രാണനെ പോലും വിലയായി കാണാതെ അതിന്റെ വായിൽ നിന്ന് ചെന്ന് പിടിച്ചു കൊണ്ടുവരുവാനായിട്ട് ദാവീദിന് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ആ വനാന്തരത്തിൽ കിടക്കുമ്പോൾ അവനോട് ആരാധിക്കുവാനായിട്ടോ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനോട്ടോ പ്രേരണ കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോഴോ തന്റെ ഭക്തൻ മറന്നുപോയില്ല ദൈവത്തെ ആരാധിക്കുക. തനിക്ക് കിട്ടിയ സമയമൊക്കെ കിന്നരമെടുത്ത് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ ഏത് സാഹചര്യത്തിന്റെ മധ്യത്തില ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് നീ ഒരു മടിയും കൂടാതെ ദൈവത്തിന്റെ മുഖം നിരന്തരം അന്വേഷിക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് നിന്നെ ഏൽപ്പിച്ച് ചെറിയൊരു കാര്യമായിക്കൊള്ളട്ടെ, എല്ലാരും നിന്നെ ഉപേക്ഷിച്ച് കളയട്ടെ, നിന്നെ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ചെറുതായിരിക്കും നിന്നെ ഏൽപ്പിക്കുന്നു. പക്ഷേ അതിൽ നീ വിശ്വസ്തനായിരുന്ന, അല്പത്തിൽ വിശ്വസ്തനെ നിന്നെ ഞാൻ അധികത്തിൽ വിചാരനാക്കുമെന്ന് തിരുവചന പ്രകാരം കർത്താവ് എന്ത് ചെയ്തു? ആടുകളെ മേച്ച് വനാന്തരത്തിൽ കിടന്ന ദാവീദിനെ രാജ്യത്തിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്ത് പുറത്തെടുത്തതായ ദൈവ ആട്ടിടയനായിരുന്ന ദാവീദിനെ ഹല്ലേലൂയ രാജാവായി അഭിഷേകം ചെയ്ത് പുറത്തെടുത്ത ദൈവം നോക്കുന്നത്, നിന്നെ ഏൽപ്പിക്കുന്നത് നീ വിശ്വസ്തനായിരിക്കുന്നു എന്നത്രേ. ഹല്ലേലൂയ. ഈ പൽക്കലം നീ ജോലിയിലായിരിക്കുന്ന ഇടത്ത് ചെറിയൊരു ജോലി ആയിരിക്കും, ഒരു പൊസിഷൻ ആയിരിക്കാം നിനക്കുള്ളത്, പക്ഷെ നീ അവിടെ വിശ്വസ്തനായിരിക്കുക.
അവിടെ നിന്ന് മറ്റുള്ളവരെ നിനക്ക് പീഡകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം, ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം, അവർ നിന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ധൈര്യപ്പെട്ടു പോകാതെ നീ അവിടെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് നിന്നെ ഉന്നതത്തിൽ എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. യോഗ്യനല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ നിന്നെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ സർട്ടിഫിക്കറ്റോ നിന്റെ ക്വാളിഫിക്കേഷനോ നിന്റെ എക്സ്പീരിയൻസോ നോക്കാതവണ്ണ നീ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായ ദൈവത്തിന്റെ സ്വനി വിശ്വസ്തനായിരുന്ന കാരണം മനുഷ്യരുടെ മുമ്പാകെ നമ്മൾ വിശ്വസ്തനെന്ന് നമുക്ക് തെളിയിക്കുവാൻ എളുപ്പമാണ്. അവരുടെ മുമ്പിൽ പലതും കാണിക്കാം. അതല്ല ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്ന മനുഷ്യർ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയം എങ്ങനെ ദൈവവുമായിട്ടായിരിക്കുന്നു, നിന്നെ ഏൽപ്പിച്ചത് നീ എങ്ങനെ ആയിരിക്കുന്നു, ഇതാ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പിറുപിറുപ്പ് കൂടാതെ മറ്റുള്ള നിന്നെ നിന്ദിക്കുമ്പോഴും മറ്റുള്ള നിന്നെ തള്ളിക്കളയുമ്പോഴും നിനക്ക് ഹല്ലേലൂയ നീ ആയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ആയിരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ കാണുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം. ഹല്ലേലൂയ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നീ വിശ്വസ്തനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ലോകം നിന്നെ നല്ലതെന്ന് പറയത്തില്ലായിരിക്കാം, ബഹുമാനങ്ങൾ തരത്തില്ലായിരിക്കാം. പക്ഷേ ആ ഒരു കാലഘട്ടം കഴിയുമ്പോ നിന്നെ പുറത്ത് കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 7 പുത്രന്മാരെ നിരനിരയായി നിർത്തുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ യഹോവയായ ദൈവം അവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ പുത്രന്മാര് എല്ലാവരും ആയോ എന്ന് ചോദിച്ചപ്പോ അപ്പന്റെ വായി നിന്ന് വരുന്ന ഒരു വാക്കുണ്ട്, ഇനി ഉള്ളവിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേക്കിയാകുന്നു. കാരണം അപ്പന് യാതൊരു പ്രതീക്ഷയുമില്ല ഈ മകന്റെ മേൽ അഭിഷേകം പകരുമെന്ന്. അതേ സ്തോത്രം. മനുഷ്യർക്ക് പ്രതീക്ഷകൾ ഇല്ലാതിരിക്കുമ്പോ, മനുഷ്യർ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഇടത്ത് നിനക്ക് മാന്യത തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. മനുഷ്യ യോഗ്യതകൾ നോക്കിയേ ഇന്ന കാര്യത്തിന് ഇന്ന വ്യക്തി കൊള്ളാമെന്ന് പറഞ്ഞ് സെലക്ട് ലിസ്റ്റിൽ ഇടുമ്പോ മനുഷ്യന്റെ സെലക്ട് ലിസ്റ്റിൽ നീ ഇല്ല എങ്കിൽ ദൈവത്തിന്റെ സെലക്ട് ലിസ്റ്റിൽ ഇന്ന് ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവിലായി വാച്ച് ചെയ്യുന്ന ചിലരോട് ദൂത് വിളിച്ച് പറയുക. സ്തോത്ര. മനുഷ്യൻ നിന്നെ സെലക്ട് ചെയ്യേണ്ട, മനുഷ്യൻ നിന്നെ അയോഗ്യനായിട്ട് കാണട്ടെ. പക്ഷേ അയോഗ്യ എന്ന് പറഞ്ഞ് തള്ളുന്ന ഇടത്ത് നിന്നെ സെലക്ട് ലിസ്റ്റ് കയറ്റി നിന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. നീ ഇടവിടാതെ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുവാൻ തയ്യാറാക്ക്. യഹോവ നല്ലവനെന്ന് രുചിയറിയുവാൻ തയ്യാറാക്ക്. നിന്നെ മാനിക്കുന്ന നിന്നെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ശമൂവേൽ പറയുവാനിടയായിത്തീർന്നു, അവനെ ആളയച്ച് വിളിച്ചു വരുത്തിയിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കേയില്ല എന്ന്. സ്തോത്ര. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? വനാന്തരത്തിൽ ആടിനെ മേച്ചു നടന്ന ഹല്ലേലൂയ ദാവീദിന്റെ അടുക്കിലേക്ക് ആളിനെ അയച്ചു വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. നീ എവിടെ തന്നെ ആയിരുന്നാലും നിന്റെ മേൽക്കിടക്കുന്ന വാഗ്ദത്തം പുറത്തു വരേണ്ട സമയത്ത് നിന്നെ ആളയിപ്പിച്ച് വിളിച്ചു വരുത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്കാരും റെക്കമെൻഡേഷൻ വേണ്ട. നിന്നെ എങ്ങനെ പ്രശസ്തമാക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നീ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീൽ ഒന്ന് താണിരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ സാധാരണക്കാരനല്ല. നിന്റെ മേൽ കിടക്കുന്ന കോളിങ് വലുതാണെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവസ്ഥന് വിശ്വസ്തനായിരിക്കുക. ഹല്ലേലൂയ. നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുക. ഹല്ലേലൂയ. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിയ ഹല്ലേലൂയ നീ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ നിൽക്കുവാൻ തയ്യാറായ ആ ബന്ധത്തിൽ നിന്ന് ഹല്ലേലൂയ നിന്നെ ഉയർന്ന പടവുകളിലേക്ക് എന്റെ കർത്താവ് എത്തിക്കുവാനായിട്ടിടയെത്തിനോ. ആരെല്ലാം കർത്താവിന് വേണ്ടി വില കൊടുത്ത് നിന്നിട്ടുണ്ടോ അവരുടെ ജീവിതത്തിലെ ചരിത്രങ്ങളെ ദൈവം മാറ്റിയിട്ടുണ്ട്. അങ്ങനെക്ക് നീ ശബ്ദം കേൾക്കുമ്പോ നീ ചിലതിനൊക്കെ വില കൊടുത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, ആർക്കും ലഭിക്കാത്ത ചില പദവികൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം തരുവാനായിട്ടിടയായിത്തീരും. അല്പസമയം നീ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കാണും. മറ്റുള്ള ഒരാളെ നിന്ദകൾ അനുഭവിക്കേണ്ടി വന്നു കാണും. ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു കാണും. എന്നാൽ അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്നെ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ മാനിക്കണമോ? ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ പദ്ധതിയുണ്ടോ? ലോകം നിന്നെ കൂടെ നിർത്തുകയില്ല. ലോകം നിന്നെ മാറ്റി നിർത്തും. ഹല്ലേലൂയ.
കാരണം വെളിച്ചമായിരിക്കുന്ന കർത്താവ് നിന്റെ മേൽ ഇരിക്കുന്നത്. ആ വെളിച്ചമായിരിക്കുന്ന കർത്താവ് നിന്റെ മേൽ ഇരിക്കുമ്പോ ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന ശത്രുവിനെ ഹല്ലേലൂയ നിന്നെ കൂടെ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അവന് നിന്നെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അവൻ പലരെയും നിനക്കെതിരായി എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ ദാവീദിന്റെ ഭവനത്തിനകത്ത് നിന്ന് തന്നെയാണ് ഒറ്റപ്പെടലുകളും വേദനകളും താൻ അനുഭവിക്കേണ്ടി വന്നത്. പുറത്തു നിന്നല്ല. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തമുള്ള ദൈവ പൈതലെ, അകത്ത് നിന്ന് തന്നെ പീഡനങ്ങൾ നിനക്ക് ഉണ്ടാകാം. അകത്ത് നിന്ന് തന്നെ നിന്നെക്കത്ത് ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. നിരാശപ്പെടണ്ട. ഇന്ന് നിന്റെ ഭവനത്തിലുള്ളവർ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിൽ, നിന്നെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, നിന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ സഹോദരങ്ങളുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. അതേ സ്തോത്ര യോഗ്യന്മാരെന്ന് പറഞ്ഞ് കണ്ട ഹല്ലേലൂയ ഈസായുടെ പുത്രന്മാർ നിൽക്കുമ്പോ, തന്റെ സ്വന്തം സഹോദരങ്ങൾ നിൽക്കുമ്പോ, അവരുടെ നടുവിൽ അപ്പന്റെ ആടുകളെ മേച്ച് ക്ഷീണിച്ച് തളർന്നു നിന്ന ദാവീദിനെ വിളിച്ചു കൊണ്ടുവന്ന് ഹല്ലേലൂയ അവന്റെ മേൽ അഭിഷേകം ചെയ്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം നിന്നെ മറക്കത്തില്ല. അപ്പൻ മറന്നു കളയട്ടെ, അമ്മ മറന്നു കളയട്ടെ, സഹോദരങ്ങൾ മറന്നു കളയട്ടെ. ഹല്ലേലൂയ. നിന്നെ മറക്കാത്ത ഒരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ എന്നെ അവർ മറന്നു കളഞ്ഞല്ലോ, എന്നാലും എന്നെ ഓർത്തില്ലല്ലോ എന്നുള്ള ഒരു ആകുലത, ഒരു തീപ്പൊരി പോലെ നിന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, അത് നിന്റെ വീഴ്ചയ്ക്ക് കാരണമാക്കി നിന്റെ ഉള്ളിലിട്ട് വളർത്തുവാനായിട്ട് ഇടയായി തീരാതെ അതിന് നീ വേരോടെ പറിച്ചു കളഞ്ഞിട്ട് ഇതെന്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതാ വചനത്തിൽ കാണുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ചിലർ നിന്നെ മറന്നു കളയുന്നത്, ചിലർ നിന്നെ ഒറ്റപ്പെടുത്തുന്നത്, പ്രിയ ദൈവമക്കളെ, നിന്റെ മേൽ ദൈവത്തിന്റെ ആഴമേറിയിരിക്കുന്ന ആ സ്നേഹത്തെ പതിപ്പിക്കുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ സ്തോത്ര തന്റെ ഭവനത്തിലായിരുന്നെങ്കിൽ ഇത്രയൊന്നും ദൈവത്തെ കണ്ടുമുട്ടത്തില്ലായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഇടയാക്കത്തില്ലായിരുന്നു, ഇത്രയും സങ്കീർത്തനങ്ങൾ തന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരികയില്ലായിരുന്നു. അങ്ങനെ ചില വേദനകളും ചില ഒറ്റപ്പെടലുകളാ ആരിൽ നിന്നും പുറത്തു വരാത്ത ചിലത് നിന്റെ ജീവിതത്തിനകത്തുനിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ആ ഒരു ഉറപ്പ് ഈ പകൽക്കാലം ഉണ്ടായിരിക്കാമോ? പ്രിയ ദൈവത്തിലെ, നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. കൂരുണ്ട അനുഭവത്തിൽ കൂടി കടന്നു പോയാലും, മരണമരമായ അനുഭവത്തിൽ കൂടി കടന്നു പോയാല് നിന്നെ കാത്തു പരിപാലിക്കുന്ന, നിന്നെ മറയ്ക്കുന്ന, നിന്നെ ഒളിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നിന്നെ പാറമേ ദൈവം ഉയർത്തുവാനായിട്ടിടയെത്തിരും. അല്പസമയം നീ തല താഴ്ത്തി പിടിക്കേണ്ടി വന്നു വെക്കില്ല, നിന്നെ തല ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീൽ ഒന്ന് താണിരിക്കുക. ഹല്ലേലൂയ. അത് നമുക്ക് വേദന ഉളവാക്കുന്നതാ, പ്രയാസം ഉണ്ടാക്കുന്നതാ, ഒത്തിരി നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പക്ഷേ അവിടെയൊക്കെ ഞാനും നിങ്ങൾ പതറിപ്പോകാതെ, തളർന്നു പോകാതെ അവിടെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക്. ആരൊക്കെ നമ്മെ മറന്നു കഴിഞ്ഞാൽ മറക്കാത്തൊരു ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അത് ഇവിടെ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കല്ല എന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നെ മറക്കാൻ കർത്താവിന് കഴിയത്തില്ല. സ്തോത്ര. ദൈവം ഒരു നാളും നിന്നെ മറക്കത്തില്ല. ലോകാവസാനത്തോളം എല്ലാ നാള് ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം, നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മെ മറന്നിരിക്കാം. കുറച്ച് ദിവസത്തെ വലിയ ബന്ധങ്ങൾ ഇല്ലാതിരിക്കുമ്പോ, അല്ലെങ്കിൽ കണക്ഷനുകൾ ഇല്ലാതിരിക്കുമ്പോ അവർ നമ്മെ മറന്നെന്നിരിക്കാം, നമ്മുടെ ശബ്ദത്തെ മറന്നെന്നിരിക്കാം. പക്ഷേ നിന്റെ ശബ്ദത്തെ മറക്കാത്തൊരു ദൈവമുണ്ട്, നിന്റെ കരച്ചിന്റെ ഒച്ചയെ മറക്കാത്തൊരു ദൈവമുണ്ട്, നിന്റെ നിലവിളിയെ മറക്കാത്തൊരു ദൈവമുണ്ട്. അതേ ഈ ജനത്തിന്റെ നിലവിളിയെ മറക്കാത്ത ദൈവ, ഇസ്രായേൽ ജനതയുടെ നിലവിളി കേട്ട് അവരുടെ കഷ്ടതയെ മറക്കാത്ത ദൈവ, അവരോടുള്ള നിയമത്തെ ഓർത്ത് ഹല്ലേലൂയ അവരെ എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നുവെക്ക്
കുറിച്ച് എന്നോടും നിന്നോടും പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളെ മറക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. നാം കേൾക്കുന്ന ദൈവിക ശബ്ദങ്ങൾ കുറെ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു നിന്നിരിക്കാം. പക്ഷേ വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാക്കിയ പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ മറന്നു പോയാലോ ദൈവം മറന്നു പോകുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ. അത് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയത്തില്ല. ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴായിരിക്കും നാം ചിന്തിക്കുന്നത്, ഇത് എന്നോട് ഇന്ന ടൈമില് ഇന്ന വർഷം പറഞ്ഞതാണല്ലോ എന്ന്. സ്തോത്ര. അതുപോലെ പ്രിയ ദൈവമക്കളെ, ചിലതൊക്കെ ഞാൻ നിങ്ങൾ മറന്നു പോയെന്നിരിക്കാം. പക്ഷേ പറഞ്ഞ ദൈവം മറക്കത്തില്ല. സ്തോത്ര. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം പറയട്ടെ, ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും നിന്നെ മറക്കാത്ത ഒരു അരുമരക്ഷം കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ആ ഒരു ബലം, ആ ഒരു ധൈര്യം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കാരണം എന്താ? കർത്താവിന്റെ ഉള്ള കരത്തില എന്നെ നിങ്ങളെ വരച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ചിന്തിത്തന്ന് നമ്മെ മറക്കാത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് ഒന്ന് നമ്മെ മറന്നിരുന്നുവെങ്കിൽ ആ ക്രൂശിൽ ആ കർത്താവ് വേദന അനുഭവിക്കേണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മെ ഓർത്തുകൊണ്ട്, നമ്മുടെ വിടുതന്നെ ഓർത്തുകൊണ്ട് കർത്താവ് അവസാനത്തുള്ള രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി വാർത്ത് തരുവാനായിട്ട് ഇടയെത്തുന്നു. ആ കർത്താവിന് നമ്മെ മറക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ഓരോ അടിക്കകത്തും ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ പാപത്തിന്റെ വിടുതൽ, ഹല്ലേലൂയ, രോഗത്തിന്റെ വിടുതൽ, ശാപത്തിന്റെ വിടുതൽ കർത്താവ് തന്റെ ശിരസിന്മേ, തന്റെ ശരീരത്തിന്മേ താൻ വഹിക്കുവാനായിട്ട് ഇടയത് എന്നെ നിങ്ങൾ ഓർത്തത് കൊണ്ട്. ആ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾ തകരേണ്ട ഇടത്ത്, ഞാൻ നിങ്ങൾ നശിച്ചു പോകേണ്ട ഇടത്ത്, ഞാൻ നിങ്ങൾ അപമാനിക്കപ്പെടേണ്ട ഇടത്ത് കാൽവരി ക്രൂശി കർത്താവ് അപമാനിതനായി തീർന്നു. ആരാലും കണ്ടാൽ അറിയാത്തവണ്ണ അവന്റെ മുഖം വിരൂപനായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. താൻ മുറിവേൽക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. കുത്ത് ഏൽക്കപ്പെടുവാനായിട്ട് ഇടയെ തീർന്നു. അവസാനത്തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിന്ത തന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ നിത്യ സ്നേഹം കൊണ്ടത്രേ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് പകരം വയ്ക്കുക പ്രിയ ദൈവമക്കളെ, മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകം ഇന്ന് നമ്മളെ ഓർക്കാം, നാളെ നമ്മെ മറന്നെന്നിരിക്കാം. അത് ഈ ലോകത്തിന്റെ സാഹചര്യ. പക്ഷേ വാക്ക് മാറാത്ത ദൈവ, സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്ന ഒരു കർത്താവല്ല. കാൽവരി നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം തന്നത്. അല്ലെങ്കിൽ നിത്യ സ്നേഹം കൊണ്ടത്രേ ആ കർത്താവ് നിന്നെ സ്നേഹിച്ചത്. ഈ പൽക്കാലം ആരൊക്കെ എന്നെ മറന്നുള്ള ആകുലതയോടെ ആയിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ആ കർത്താവിന്റെ സ്നേഹത്തെ നിറയ്ക്കുന്ന പകൽക്കാലം അത്രേ. ദൈവത്തിന്റെ കരുണ നിങ്ങളെ തൊടുന്ന വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്കാരുമില്ലല്ലോ, എന്നെ ആരും ഓർക്കാനില്ലല്ലോ, എല്ലാരും എന്നെ മറന്നു കളഞ്ഞല്ലോ എന്നുള്ള ഒരു ആകുലത നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, നിഷ്കളങ്കമായിരിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, നിങ്ങളെ ഇന്ന് നിറയ്ക്കുക. സ്തോത്രം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുക. പ്രിയതേ മക്കളെ, ഉറപ്പോടെ ആയിരിക്കുക, നീ കർത്താവിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. സ്തോത്ര. ആ ഒരു ധൈര്യം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞാൻ പറയട്ടെ, ആരെല്ലാം നമ്മെ മറന്നു കളഞ്ഞാല് നമ്മെ മറക്കാത്തൊരു കർത്താവുണ്ട്. അതേ, ആരെങ്കിലും എന്നെ മറന്നു എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുവെക്ക് ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അവസാന നിമിഷം വരെ നിനക്ക് വേണ്ടി വേദന അനുഭവിച്ച, ഹല്ലേലൂയ, തലയിൽ കിരീടം ചൂടിക്കൊണ്ട് നിനക്ക് വേണ്ടി ഹല്ലേലൂയ യാഗമായി തീർന്ന പരമ കർത്താവിനെ ഒന്ന് നോക്കിയാൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. അതേ, സ്തോത്രം. കൂടെ നിന്നവരും, അപ്പം നുറുക്കിയപ്പോൾ കൂടെ നിന്നവരും, അത്ഭുതങ്ങൾ ചെയ്ത കൂടെ നിന്നവരൊക്കെയോ തന്റെ ജീവിതത്തിനകത്ത് നിന്ന് എല്ലാവരും മാറിപ്പോയി കഴിഞ്ഞപ്പോഴോ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശി കിടന്നുകൊണ്ട് വേദന അനുഭവിച്ച ആരും രക്ഷകന്റെ മുഖത്തെ നിനക്കൊന്ന് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിന്റെ മേൽ ആ ദൈവത്തിന്റെ സ്നേഹം പതിയുവാനായിട്ടിടയത്തിര. ആ കർത്താവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ടിടയത്തിര. ആ കർത്താവിന്റെ സ്നേഹം നിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ഇനി ആരും മറന്നുപോയെന്ന് പറഞ്ഞാല് പ്രിയ ദൈവമക്കളെ, നീ അതിനകത്ത് ടെൻഷൻ അടിക്കത്തില്ല. കാരണം ഹല്ലേലൂയ, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, നിന്നെ പാപത്തിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്ന, നിന്നെ ശാപത്തിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്ന, നിന്നെ എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം തരുവാൻ കഴിയുന്ന ആ കർത്താവ് നിന്നെ ഓർക്കുന്നുണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിന്റെ
നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം വിജയത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയെത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം കർത്താവിനോട് പ്രാർത്ഥിക്കുക, ആ കർത്താവിന്റെ സ്നേഹത്തെ എന്റെ ഉള്ളിനകത്തേക്ക് ഒന്ന് നിറയ്ക്കണമേ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആ സ്തോത്രം, നിഷ്കളങ്കമായിരിക്കുന്ന കർത്താവിന്റെ സ്നേഹം, നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം എന്റെ ഉള്ളിലേക്ക് ഒന്ന് നിറയ്ക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ആ സ്നേഹത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ലോകം ഇന്ന് നമ്മെ ഓർക്കാം, നമ്മളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓർക്കാം, മറക്കാതെ. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ അവർ പാടെ നമ്മെ മറന്നുപോകും. പക്ഷേ നിന്റെ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും സങ്കടത്തിന്റെയും മധ്യത്തില് നിന്നെ ഓർക്കുന്ന ഒരേ ഒരാള് എന്റെ യേശു കർത്താവ് മാത്രമത്രേ. ഹല്ലേലൂയ. ആ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നീ യാത്ര ചെയ്ത നീ തളർന്നു പോകുകയില്ല, നീ ക്ഷീണിച്ചു പോകുകയില്ല. അങ്ങനെ ഈ പകൽക്കാലം പറയട്ടെ, ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലോ മറക്കാത്ത അരുമരക്ഷകൻ കൂടെയുണ്ട്. ആ കർത്താവ് നിന്നെ മറക്കില്ല. ആ ഒരു ഉറപ്പോടെ നിനക്ക് ആ കർത്താവിൽ ആശ്രയിക്കാം. ആ ഒരു ഉറപ്പോടെ നിനക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ആ കർത്താവിന്റെ സംരക്ഷണ, ആ കർത്താവിന്റെ സുരക്ഷിതത്വം, ആ കർത്താവിന്റെ പരിപാലനം, ആ കർത്താവിന്റെ കരുതൽ, ഹല്ലേലൂയ, വേണ്ടവണ്ണം ദൈവം നിന്റെ ഉള്ളിലേക്ക് പകരുവാനായിട്ട് ഇടയെത്തില്ല. നീ മറ്റുള്ള മുമ്പിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ കർത്താവിന്റെ കരത്തിൽ, ഉള്ള കരത്തിൽ കർത്താവ് നിന്നെ വരച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു വരയിൽ ഒരാളാണ് ഞാനെന്നൊരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കുവാനായിട്ട് ഇടയത്തില്ല. അങ്ങനെയൊക്കെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക, കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പ എന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളെ മാറ്റണമേ, ഞാൻ ഒറ്റപ്പെട്ടെന്നുള്ള ഒരു ഫീലിംഗ് എന്റെ ജീവിതത്തിനകത്തുണ്ട്, അതിനെ മാറ്റി തരണമേ. മറ്റുള്ളവർ എന്നെ പലരും മറന്നത് മുഖാന്തരമായിട്ട് എന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില വേദനകളുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിനകത്ത് നിന്ന് എടുത്തു മാറ്റിയിട്ട് ആ നിർദോഷമായിരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകിക്കൊണ്ട് ആ കുഞ്ഞാടിന്റെ ശക്തിയാൽ, ഹല്ലേലൂയ, ആ നിത്യ സ്നേഹത്താ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ കലം ഏൽപ്പിച്ചു കൊടുക്കുക. ആ കർത്താവിന്റെ സ്നേഹം നിന്റെ മേൽ പതിയുവാൻ, നിറയുവാൻ ഇടയായി തീർന്ന പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ആരൊക്കെ നിന്നെ മറന്നെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, എന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഒരു ഉറപ്പ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയത്തില്ല. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും മറക്കാത്തൊരു അരുമരക്ഷകൻ കൂടെയുണ്ട്. നീ തളരാതെ പതറാതെ യാത്ര ചെയ്യുക. കർത്താവ് ജീവിതാവസാന നിമിഷം വരെയും കൂടെ ഇരുന്ന് വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ, ഒറ്റപ്പെടലുകളും മറ്റുള്ള ഒരാൾ കർത്താവെ മറന്നു എന്നൊരു തോന്നലുകൾ ഉണ്ടാകുമ്പോ അതിനകത്തേക്ക് എന്റെ കർത്താവിന്റെ സ്നേഹത്തെ നിറയ്ക്കണമേ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവനോട് കർണ കാണാക്കാതിരിക്കുമോ? മറന്നാൽ ഞാൻ നിന്നെ മറക്കില്ല. മറക്കാത്ത നിത്യസ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച അരുമരക്ഷകന്റെ സ്നേഹം ആ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരുടെ ഉള്ളത്തിൽ മേൽ നിറയ്ക്കണമേ. മനുഷ്യരുടെ വാക്കുകൾ അവർ മറന്നു പോയെന്നിരിക്കാം, മനുഷ്യരുടെ സാന്നിധ്യങ്ങൾ അവർ മറന്നു പോയെന്നിരിക്കാം. പക്ഷേ അപ്പ ഏത് സങ്കടത്തിന്റെ ആഴത്തിൽ പോയാലും മറക്കാത്ത ഒരു അരുമരക്ഷൻ കൂടെ ഉണ്ടല്ലോ അപ്പാ. ആ കർത്താവെ അപ്പ ഇന്ന് ഓരോരുത്തരെ തൊടുമാറാക്കണമേ. അവരുടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം നിറയട്ടെ കർത്താവെ. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന അരുമരക്ഷകന്റെ കരം അവരെ തൊടുമാറാക്കണമേ. അപ്പൊ അവർ എവിടെ ആയിരുന്നാലും വാഗ്ദത്തത്തിന്റെ സമയത്ത് മറക്കാത്ത അരുമരക്ഷകൻ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം അവർക്കുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ചില അത്ഭുതങ്ങൾ നടക്കട്ടെ, ചില വിടുതലുകൾ ഈ പൽക്കാലം നടക്കട്ടെ കർത്താവെ. അപ്പൊ ഹല്ലേലൂയ, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസം കർത്താവെ ചിലരുടെ ഉള്ളത്തിലേക്ക് ഈ പൽക്കാലം ഫലിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ചിലത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.